ഹലോ, ഇത് ഉച്ചയ്ക്ക് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. സ്കൂളിൽ നിന്ന് മക്കളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വാപ്പിച്ചി ഏട്ടപ്പോഴായി പിന്നെ പോവാറ്. പക്ഷേ ഇന്ന് ഇക്കാക്ക വരാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വാപ്പിച്ചിനോട് പറഞ്ഞു, വേണ്ട ഇക്കാക്ക വരും, അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. വാപ്പിച്ചിനോട് വരണ്ടാന്ന് പറഞ്ഞിട്ട് വാപ്പോട്ട് വന്നുമില്ല. ഇക്കാക്ക വരാമെന്ന് പറഞ്ഞിട്ട് ആളെയോട്ട് കാണുന്നുമില്ല കേട്ടോ. 2:30 വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടതാണ്. പോകാനിറങ്ങിയ സമയമില്ലാത്ത സമയത്താണെങ്കിൽ അവൻ ആ ഷൂ കെട്ടാനിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ കെട്ടിത്തരാടാന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്ത് പറ്റില്ല, അതുമോൻ തന്നെ കെട്ടിക്കോളാൻ പറഞ്ഞിട്ട് വാശിയാണ് കേട്ടോ. അങ്ങനെ നോക്കി ഞങ്ങൾ വീടും പൂട്ടി പുറത്തിറങ്ങി നിന്നു. അതാകുമ്പോൾ വരുമ്പോൾ തന്നെ പോകാമല്ലോ എന്ന് വെച്ചിട്ട് നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആളെത്തി ഇറങ്ങി പോകാൻ നോക്കിയിട്ടാണ് ഈ ചെറുക്കനോട്ട് വരുന്നുമില്ല. അവൻ ഷൂ ഇല്ലാണ്ട് വരില്ല എന്ന് പറഞ്ഞ വാശിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വണ്ടിയിലോട്ട് കയറുമ്പോൾ ഷൂവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും അവൻ കേൾക്കുന്നില്ല. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഷൂ ഇട്ടപ്പോഴേ പുള്ളി പറഞ്ഞതാണ് ഷൂവിൻ്റെ ആവശ്യമില്ല, സാധാരണ ഒരു ചെരുപ്പ് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാനാണ് ചോദിച്ചത് ആർക്കിടാൻ വേണ്ടി വെച്ചേക്കണെയാണെന്ന്. പിന്നെ ഒരു നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനോട് പറഞ്ഞു വണ്ടി കയറിയിരുന്ന് കെട്ടാൻ പറഞ്ഞ് പിടിച്ച് വണ്ടി കയറ്റിയിട്ട് ആളതിൻ്റെ പണി വിട്ടുള്ള കേട്ടാ. ഞങ്ങളതും പറഞ്ഞ് അവനെ കളിയാക്കി കുറേയൊക്കെ ചിരിച്ചിട്ടാ. അവൻ്റെ ഏതൊരു കാര്യമായാലും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ എന്താണേലും തന്നെ ചെയ്യണം. പക്ഷേ സ്കൂളെത്താനായിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൻ്റെ അത് വിട്ടേള്ള കേട്ടോ. അവൻ ഇരുന്ന് കെട്ടിയിട്ട് ശരിയാവാൻ എൻ്റെ നിലത്ത് ഇരുന്ന് കെട്ടി. അങ്ങനെ നേരെ സ്കൂളിലെത്തി അവളെ കൂട്ടാൻ പോയി. അവളെ കൂട്ടാൻ പോകുന്ന സമയത്തൊക്കെ ഇവൻ അല്ലെങ്കിൽ കൂടെ പോകുന്ന ആളുടെ ഷൂമ തന്നെയാണ് കേട്ടോ പണി. അങ്ങനെ അവൾ വന്ന പാടെ അവക്കടെ മോന്ത തെളിയാത്തത് തലേ ദിവസം വാപ്പിനോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചേർന്ന്. അത് നടത്തി കൊടുക്കാത്തതിൻ്റെ പേരിലാണ് കേട്ടോ. ലാസ്റ്റ് വന്നതിൻ്റെ വാപ്പി കെട്ടിത്തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി സമ്മതിച്ച്. അങ്ങനെ അതും കെട്ടിക്കൊടുത്തോണ്ട് ഞങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇനി പോയി വഴി തത്തേനെ കൂട്ടണം കേട്ടോ. തത്തേനെ കൂട്ടാനുള്ള സമയം കഴിഞ്ഞുകൊണ്ട് തന്നെ അവനോട് വിളിച്ച് കടയിൽ കൊണ്ടുപോയി ഇരുത്തിക്കുമോ എന്ന് പറഞ്ഞായിരുന്നു. ഇവൻ ഈ ഷൂ കെട്ടിയത് ഈ കിടന്നുറങ്ങാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കടയിൽ ചെന്ന്. അപ്പോഴത്തേക്കും തത്ത ഞങ്ങളെയും വെയിറ്റ് ചെയ്തിട്ട് കടയിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവളെയും വിളിച്ചുകൊണ്ട് വേണമായിരുന്നു അനീത്തിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അവൾ പുതിയ വീട് മാറിയിട്ട് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായുള്ളൂ. അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അതുപോലെ പെരയൊക്കെ തുടച്ച് ഫ്രണ്ടൊക്കെ കഴുകിയിടാൻ കുറച്ച് പണികൾ അവിടെ ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ താമസം മാറാണ്ട് വീട്ടിൽ തന്നെ നിൽക്കുന്നത്. എന്നും ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടി ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെ. അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും കയറിപ്പോയിട്ടും ഇവള് വരുന്നില്ല കേട്ടോ. ഇവള് വാപ്പിയെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും പുറത്ത് പോകാൻ എന്തോ പരിപാടി ഒപ്പിച്ചുകൊണ്ടാട്ടോ നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ അവിടെ ആക്കേണ്ടി ഇവർ രണ്ടാളും കൂടി പുറത്തോട്ട് പോവുകയും ചെയ്തു. ആരെയും കൂട്ടാണ്ട് നല്ല സുഖസുന്ദരമായിട്ട് പോയി. അതുമോൻ കിടന്ന് ഉറങ്ങുന്നതും കൊണ്ട് തന്നെ അവൻ അറിഞ്ഞിട്ടുമില്ലാട്ട് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ അവനും ചാടി പുറപ്പെട്ടേനെ. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോൾ വേണം ഇനി ഞങ്ങളുടെ പണി ഒന്നേന്ന് തുടങ്ങാനായിട്ടാ. ഇവൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിലാട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു രീതിക്കും പുള്ളി സമ്മതിക്കൂല പണിയെടുക്കാനായിട്ട്. അപ്പോൾ നിലത്ത് ബ്ലാങ്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അവനെ അവിടെ കിടത്തിയിട്ട് ഓരോന്ന് ചെയ്യാമെന്ന് വെച്ച് ഇവൾ വന്ന പാടെ ഫ്രിഡ്ജിലോട്ടുള്ള സാധനങ്ങളൊക്കെ കയറ്റി അടുക്കി പെറുക്കേണ്ടിയിരിക്കുക. അങ്ങനെ ഞാൻ ഇവനെ കുന്ന് വെച്ച് കളിക്കുന്ന ഒരു സാധനം എടുത്തു കൊടുത്തുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബാക്കി പെരയൊക്കെ അടിച്ച് വാരി തുടച്ചിടാലോ എന്ന് വെച്ച് കളിപ്പാട്ടമൊക്കെ കയ്യിൽ കൊടുത്തിട്ടും ആൾ യാതൊരുവിധ മൈൻഡും അതിലോട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അവനതൊന്നും വേണ്ട. അങ്ങനെ കരച്ചിൽ കൂടിയപ്പോൾ ഞാൻ അതിനെ തന്നെ എടുത്തുകൊണ്ട് പോന്നു. പിന്നെ അവിടെയുള്ളത് മൊത്തം അടിച്ച് വാരി തുടയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഈ ബാൽക്കണിയാണ് കേട്ടോ. നല്ല സുഖമായിട്ട് അവിടെ വന്നിരിക്കാനും വെറുതെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന എമിയും ഒച്ചയും വെച്ച് കൂവി എണീറ്റിട്ടാ. പിന്നെ ഞാൻ ടോർച്ചൊക്കെ അടിച്ച് ഫോണിൻ്റെ ഫ്ലാഷൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് നോക്കി കുറച്ച് നേരമൊക്കെ കളിച്ചും ചിരിച്ചും കിടന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ പണിയെടുക്കാൻ വന്നിട്ട് ഇവള് പണി അവിടെ തുടർന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. എനിക്ക് പിന്നെ പതിവ് പോലെ മക്കളെ നോട്ടം തന്നെയാണ് പണി. അവൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ അവനും പിന്നെ ബഹളം വയ്ക്കും. പിന്നെ അവൾ ഒരു വിധമൊക്കെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് പെര തുടച്ച് ഓരോ സൈഡിൽ കൂടെ ഓരോന്നും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും പുറത്ത് പോയ പാർട്ടീസ് വന്നിട്ടാ. അപ്പോൾ എന്തിനാ പോയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാനായിട്ടാണ് പോയതെന്നാണ് കേട്ടോ. വേറെ എന്തോ മേടിക്കാൻ പോയിട്ട് അത് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ഷെയ്ക്ക് മേടിച്ചു കൊടുത്ത് ആളെ ഒതുക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അടുക്കളയിലെ പണി കുറച്ചൊക്കെ തീർത്തു. ഇവർ പന്നേം കണ്ട് വന്ന പാടിതാ കണ്ണടച്ച് ഉറക്കവും പിടിച്ചിട്ടാ. പിന്നെ കുറേ നേരം ഇവരെ നോക്കി ഞാൻ അങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞ്. അപ്പോഴത്തേക്കും അവളായിട്ട് എല്ലാ പണിയും തന്നെ ചെയ്ത് തീർത്തത്. കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് യാതൊരുവിധ മടിയില്ല കേട്ടോ. കാരണം ഫുഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ അടുക്കി പെറുക്കുക ഒതുക്കി വയ്ക്കുക അതിലൊക്കെ എന്നേക്കാൾ ബെറ്റർ അവൾ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അവക്കടെ വീട്ടിലാണെങ്കിലും കൂടുതൽ ആ വക കാര്യങ്ങളിലോട്ട് കിടക്കുന്ന ആൾ അവളാണ്. ക്ലീനിങ് പരിപാടിക്ക് അവളാണ് മുന്നിൽ നിൽക്കാറ്. പക്ഷേ കുക്കിംഗ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല മടിയാണ് കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായയും കൂടി അവളിട്ട് കുടിക്കൂല. നീ ചായ ഉണ്ടാക്കുക എന്നുള്ള രീതിക്ക് അതെൻ്റെ തലക്ക് കെട്ടി വെച്ച് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ എൻ്റെ സകല തുണികളും മടക്കിക്കലും വേറെ എന്തെങ്കിലും വീട്ടിലെ ഭാരപ്പെട്ട പണികളുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഏൽപ്പിക്കാറ്. അതല്ലെങ്കിൽ എനിക്ക് ഇക്കാക്കയാ ചെയ്തു തരാറ്.
അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എന്നാൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ച്. പുറം കഴുകാനായിട്ടായിരുന്നിട്ട് വന്നത്. അവിടെ നല്ല രീതിക്ക് പൊടിയും ചെളിയൊക്കെ ഉണ്ട്. പക്ഷെ അത് തൂത്തിട്ട് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ നാളെ വന്നിട്ട് കഴുകിയിടാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. ഇറങ്ങാൻ നേരത്തും അവിടുത്തെ പ്രശ്നം ഷൂ തന്നെയാണ്. അവൻ ഷൂ ഇല്ലാണ്ട് ഇറങ്ങൂല, അല്ലെങ്കിൽ ഷൂ ഇടാണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എനിക്കൊരു ചീത്ത വീണ്ടും കേട്ടിട്ടാ, ഈ ഷൂ ഇന്ന് തന്നെ നിനക്ക് ഇടിയിക്കണമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ ചോദിച്ചത്, ഈ ഷൂ എനിക്കിടാൻ വേണ്ടി വെച്ചേക്കുന്നതല്ലല്ലോ, അവൻ്റെ പ്രായത്തിലല്ലേ അവൻ ഇടാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. ഉത്തരം മുട്ടുമ്പോൾ നമുക്ക് കൊഞ്ചനം കുത്തി കാണിച്ചാണല്ലോ ശീലം. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടി കയറി ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.